ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്ന് ഹോസ്പിറ്റൽ വരുമ്പോൾ കേട്ടോ നിച്ചുവിന് ചെറിയൊരു ഫീവർ. അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണണം. അപ്പോൾ ഇന്നലെ ഒരു ഈവനിങ് തൊട്ട് ആളൊരു ഉഷാറില്ല. ആളുടെ കണ്ണൊക്കെ ഒന്ന് ഒരു തൂക്കം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആൾ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. ഇന്നൊരു മോർണിംഗ് തൊട്ട് ആൾക്ക് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഫീവറും. അപ്പോൾ അത്രയ്ക്ക് ഫീവർ തോന്നിയില്ല. അതിനൊരു ഈവനിങ് ആയപ്പോഴേക്കും ആൾക്ക് ഇത്തിരി ഫീവർ വന്നു തുടങ്ങി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അപ്പോൾ നമ്മളൊട്ടും താമസിച്ചില്ല. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമ്മൾ മെഡിയോർ ഹോസ്പിറ്റലിലേക്ക് വന്നു. അബുദാബി മെഡിയോർ ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇവിടുത്തെ ഡോക്ടറാണ് നിച്ചുവിനെ കാണിക്കുന്നത് കേട്ടോ. മെഡിയോറിലെ മായ പ്രഭാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് നിച്ചുവിനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ആ ഡോക്ടർ അന്ന് ലീവായിരുന്നു. വേറൊരു ഡോക്ടറെയാണ് കേട്ടോ നമ്മളിന്ന് കണ്ടത്. ഒരു മെയിൽ ഡോക്ടറായിരുന്നു ഇന്ന് കണ്ടിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നായപ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്തു കേട്ടോ. കണ്ടെന്ന് വെച്ചാൽ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് മുഖം. അയാൾ ആക്റ്റീവാണ്, എന്നാൽ പോലും ആൾ ഭയങ്കര ക്ഷീണമാണ്. മുഖം ഒരു ഇത്തിരി വാട്ടുണ്ട് ആൾക്ക്. ഫുഡ് കഴിക്കാനും കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ മടിയൊന്നും കാണിക്കാത്ത ആളാണ്. പാൽ കുടിക്കാനും ആൾ മടി കാണിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആൾക്ക് ബുദ്ധിമുട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം നൈറ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് സീനാകും. ആൾ വാശിയും കരച്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് വേഗം തന്നെ നമ്മൾ ഡോക്ടറെ കാണുന്നതാണല്ലോ. പീഡിയാട്രിക്സ് സെക്ഷൻ ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്നത് 5th ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. ഡോക്ടറെ കാണാൻ അധികം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു. അതൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ നിച്ചുവിൻ്റെ ഫീവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി കുറവായിട്ട്, നമ്മൾ വീട്ടിൽ നോക്കിയതിനേക്കാൾ കുറവായിട്ടാണ് കേട്ടോ കണ്ടത്. എനിക്കാണെങ്കിൽ കുറച്ച് ടെൻഷനുണ്ട്. കാരണം കൊച്ചുങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ, കരച്ചിലും വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട്. പിന്നെ പെട്ടെന്നൊരു ഫീവർ വന്നത് വൈറൽ ഫീവർ തന്നെയാണോ, എന്തെങ്കിലും വേറെ കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിച്ചുവിൻ്റെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്തു. ആൾ നല്ല കരച്ചിലായിരുന്നു. ആൾ സമ്മതിക്കുന്നുണ്ടായില്ല വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിൻ്റെ റൂമിൻ്റെ അവിടെ വെയിറ്റിംഗ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ നല്ല പിള്ളേർക്ക് പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നിച്ചു അത്ര ഉഷാറല്ലായിരുന്നു. ഈവനിങ്ങോട് നൈറ്റോട് എടുക്കും തോറും ആൾക്കടെ ഉഷാർ അത്ര ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ആൾ വാശിയെടുത്തപ്പോൾ അവിടെ ഇരുത്തി കളിപ്പിച്ചു. ഇവിടെ പിള്ളേരെ പറ്റിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് പിള്ളേരെയും കൊണ്ട് അവിടെ ഇരുന്ന് കളിപ്പിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പം ചേട്ടൻ ഡോക്ടറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനും നിച്ചുവിനും കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. കാരണം അവളെ ഡോക്ടറിൻ്റെ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ ഇരുത്തുമ്പോൾ അവൾ കരച്ചിലും വാശിയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ട് ഇരുത്തി കളിപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇരുന്നു, നമ്മുടെ പേര് വിളിക്കുമ്പോൾ, നിച്ചുവിൻ്റെ പേര് വിളിക്കുമ്പോൾ ഇവിടെ ചേട്ടൻ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിച്ചുവിൻ്റെ ഇവിടെ ഇരുന്ന് അവളെങ്ങനെ ഒന്ന് ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാർ തന്നെയാണ്. പക്ഷെ മുഖത്ത് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസ് അത്ര ക്ലിയർ ആയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. നിച്ചുവിൻ്റെ ഫീവർ വന്നതിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിച്ചുവിന് ചെറിയൊരു ഫീവർ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. മെഡിയോർ അബുദാബി ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു ഈവനിങ് ആയപ്പോൾ തൊട്ട് ആൾക്ക് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ സ്ഥിരം ഡോക്ടർ ഇല്ലാന്ന് മനസ്സിലായി. ഹലോ, അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. വലിയ കുഴപ്പമൊന്നുമില്ല, വൈറൽ ഫീവറിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ അത്യാവശ്യമില്ല. യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ യൂറിനൊന്ന് കളക്ട് ചെയ്യണം. ഇപ്പോൾ പറ്റില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിച്ച് ഓക്കെയാണ്, ആക്റ്റീവാണെങ്കിൽ പേടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി സമാധാനമുണ്ട്. ആൾ ഓക്കെയാണ്, ആൾ ആക്റ്റീവാണ്. അതെ.
അപ്പോൾ നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു. ഇതിൽ നിച്ചയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വൈറൽ ഫീവർ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ദിവസം നല്ല ഫീവർ വരുവാണെങ്കിൽ നിച്ച ഇതുപോലത്തെ ഫീവറല്ല, ഇപ്പോൾ അവൾക്ക് അധികം ചൂടില്ല, ജസ്റ്റ് ചെറിയ ചൂടേ ഉള്ളൂ. നല്ല ചൂട് ഇനിയും വരും. ഈ മെഡിസിൻ കൊടുത്തിട്ടും ചൂട് വിട്ടു മാറുന്നില്ല. നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. ആക്റ്റീവ് ആണല്ലോ, അങ്ങനെ തളർന്ന് ഉറക്കം അങ്ങനെ ക്ഷീണമൊന്നുമില്ല, ആൾ ആക്റ്റീവാണ്. ചെറുതായിട്ട് ചൂടുണ്ട്, അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഞാൻ നിർത്തുവാണ് കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ നിച്ചുവിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും ഇതൊക്കെ മാറാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കൊച്ചുങ്ങൾക്ക് അസുഖം വന്ന് നമുക്ക് ടെൻഷനാണ്, ഒന്നും പറയാറായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയാണ് വേദന എന്താണെന്നൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. കൊച്ചുങ്ങളാകുമ്പോൾ പിന്നെ ഒന്നും പറയാറാവാത്തതുകൊണ്ട് നമുക്ക് കൊച്ചായതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അവളുടെ കാര്യത്തിൽ. അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്തിരി ചൂട് കണ്ടപ്പോൾ തന്നെ വേഗം ഓടി വന്നത് ഹോസ്പിറ്റലിലേക്ക്. ചേട്ടൻ അപ്പോൾ മെഡിസിൻ വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നു. ചേട്ടനിപ്പോൾ തന്നെ വന്ന് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോരും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ എന്തില്ലേ, ഹോസ്പിറ്റലിലേക്ക് ഒന്നും അത്ര തന്നെ ഓക്കെ. അപ്പം മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.